ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وكذلك جعلناكم أمة وسطا لتكونوا شهداء على الناس ويكون الرسول عليكم شهيدا. ആദരണീയരായ സത്യവിശ്വാസികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിതം ധന്യമാക്കി തീർക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ചകളിൽ തുടർച്ചയായി നമ്മൾ വിശദീകരിച്ചു വന്നത് ഈമാൻ കാര്യങ്ങളാണ്. ഈമാൻ ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് പ്രവേശിച്ചാൽ അവനിൽ സ്വാഭാവികമായും ഇസ്ലാം ഉണ്ടാകും. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമർപ്പണം. അള്ളാഹു സൃഷ്ടിച്ച എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച അള്ളാഹു സൃഷ്ടിച്ചു വിട്ടവനെ സൃഷ്ടിച്ചതിനൊരു പ്രത്യേകമായ ലക്ഷ്യമുണ്ട്. അവന്റെ അടുക്കലേക്ക് തിരിച്ചു പോകേണ്ടുന്നവരാണ് നിങ്ങൾ. നിങ്ങൾക്ക് കണക്കാക്കി ആയുഷ്കാലത്ത് ചെയ്ത നന്മ തിന്മകളെ വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെക്കാൻ മലക്കുകളിലൂടെ സംവിധാനം ചെയ്തിരിക്കുന്നു. അങ്ങനെ മരണത്തിനും അന്ത്യദിനത്തിനും ശേഷം നിങ്ങളുടെ നന്മ തിന്മകളെ കൃത്യമായി കണക്കാക്കി നിങ്ങൾ എന്താണോ അർഹിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് റബ്ബിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടും എന്നുള്ള ആ വിശ്വാസ കാര്യങ്ങളുടെ ആകത്തുക ഇതൊരു മനുഷ്യന്റെ മനസ്സിലേക്ക് കടന്നാൽ അവൻ തീർച്ചയായും ഇസ്ലാമുള്ളവനായിരിക്കും, അള്ളാഹുവിന് ജീവിതം സമർപ്പിക്കുന്നവനായിരിക്കും. അതാണ് ഇസ്ലാം. സമർപ്പണം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. സമാധാനം എന്നും ആ വാക്കിന് അർത്ഥമുണ്ട്. അള്ളാഹുവിന് ജീവിതം സമർപ്പിക്കുമ്പോഴാണ് മനസ്സിന് സമാധാനം ലഭിക്കുക. അതുകൊണ്ട് മുഅ്മിനായ ഒരു മനുഷ്യൻ അവന്റെ ജീവിതം അള്ളാഹുവിന് സമർപ്പിക്കും. ഇസ്ലാം എന്നാൽ ചില കാര്യങ്ങൾ ഇസ്ലാം ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ ഈമാനുള്ളവൻ മുഅ്മിനാകും, ഈമാനുള്ളവൻ സ്വാഭാവികമായും മുസ്ലിമുമാകും. ഇസ്ലാം ഒരാൾ മുസ്ലിം ആവണമെങ്കിൽ ഇപ്പൊ നമ്മളൊക്കെ പണ്ട് മദ്രസയിൽ നിന്ന് ഇങ്ങനെ ചൊല്ലി പഠിച്ചിട്ടുണ്ട്, ഇസ്ലാം കാര്യം 5 അവകൾ അറിയൽ ഫർളാണ്, ഈമാൻ ഇസ്ലാം അറിഞ്ഞില്ലെങ്കിൽ നരകം അവരുടെ വീടാണ്, കലിമ ഷഹാദത്ത് 1 എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മള് മദ്രസയിൽ നിന്ന് പൊതുവെ പഠിക്കുക
അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നത് മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കി പറയൽ. അതാണ് 5 ഇസ്ലാം കാര്യങ്ങളിൽ ഒന്നാമത്തത്, ഏറ്റവും എളുപ്പമുള്ള പണി. 2 ഷഹാദത്ത് കലിമകൾ മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കി പറയാന്നാ നമ്മൾ പഠിച്ചത്. നിസ്കരിക്കണമെങ്കിൽ കുറെ സമയം, ഒരു ദിവസം നിർബന്ധ നിസ്കാരം നിലനിർത്തണമെങ്കിൽ ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും അതിനു വേണ്ടി ചെലവഴിക്കണം. നോമ്പ് 1 മാസക്കാലം പകല് പട്ടിണി കിടക്കണം. സക്കാത്ത് ആണെങ്കിൽ അവനെ അധ്വാനിച്ചിട്ട് എന്ന് കൊടുക്കണം. ഹജ്ജ് ആണെങ്കിലും കുറെ സമ്പത്തും അധ്വാനവും ത്യാഗവും അതിനു വേണ്ടി ചെയ്യണം. ഏറ്റവും എളുപ്പമുള്ള പണി എന്താ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നത് പ്രഖ്യാപിക്ക. അങ്ങനെ തൊള്ളകൊണ്ട് പറയാന്നല്ലല്ലോ പറഞ്ഞത്, സാക്ഷിയാവുക എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധയും ബോധവും ആവശ്യമുള്ള പണി ഷഹാദത്താണ്. നമ്മൾ പഠിച്ചു വെച്ചത് നാവ് കൊണ്ട് വെളിവാക്കി പറയാന്ന, നാവ് കൊണ്ട് വെളിവാക്കി പറയാന്നല്ല അള്ളാഹു പറഞ്ഞത്. ഞാൻ ഓതി വെച്ച ആയത്തിൽ അതാ, കദാലിക ജഅൽനാകും, നിങ്ങളെ നാം ആക്കിയിരിക്കുന്നു ഉമ്മത്തൻ വസത്തൻ, ഒരു മധ്യമ സമൂഹമാക്കിയിരിക്കുന്നു. ലിതകൂനു ശുഹദാ അലന്നാസ്, നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളാവാൻ വേണ്ടി. വയകൂന റസൂലു അലൈക്കും ഷഹീദ, റസൂൽ നിങ്ങൾക്ക് സാക്ഷിയാണ്. അപ്പോ ഷഹാദത്ത് കലിമ മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കി പറയുക എന്നതല്ല ഷഹാദത്ത്. ഏകനായ ഒരു ആരാധ്യൻ എനിക്കുണ്ട് എന്നതിന് എന്റെ ജീവിതം സാക്ഷിയാണ്. അതാ ഷഹാദത്ത്. എന്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ ഏകനായ ഒരു റബ്ബുണ്ട് എന്നതിന്, ഇലാഹുണ്ട് എന്നതിന് എന്റെ ജീവിതം സാക്ഷിയാണ്. അങ്ങനെ സാക്ഷിയായി നിങ്ങളുടെ മുമ്പിൽ ജീവിച്ചു കാണിച്ചു തന്ന ആളാണ് റസൂല്. അതവിടെ ആയത്ത് പറഞ്ഞേ, കദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്ത, എല്ലാ കാര്യങ്ങളിലും ഒരു മധ്യമ നിലപാട് സ്വീകരിക്കുന്ന ഒരു സമൂഹമാക്കിയിരിക്കുന്നു നിങ്ങളെ. എന്തിന്? നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷിയാവണം. നിങ്ങളെ നോക്കിയാൽ ഏകനായ ഒരു റബ്ബുണ്ട് എന്ന് കാണുന്നവന് ബോധ്യപ്പെടണം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ ഏകനായ ഒരു റബ്ബുണ്ട് എന്ന് കാണുന്നവർക്ക് ബോധ്യപ്പെടാം. അതാ ഷഹാദത്ത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏകനായ ഒരു ഇലാഹ് എനിക്കുണ്ട് എന്നതിന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ ഓരോ അനക്കത്തിലും, ഇരുത്തത്തിലും, നടത്തത്തിലും, സംസാരത്തിലും, വേഷത്തിലും, ഭക്ഷണത്തിലും തുടങ്ങി ജീവിതത്തിന്റെ ഏതൊക്കെ മേഖലകളുണ്ടോ ആ മേഖലകളിലൊക്കെ എന്നോട് അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ, കൽപ്പിച്ച കാര്യങ്ങൾ, നിർദ്ദേശിച്ച കാര്യങ്ങൾ, അതിന് ജീവിതം സമർപ്പിച്ചുകൊണ്ട്, ഇസ്ലാം സമർപ്പിച്ചുകൊണ്ട്, എന്റെ മനസ്സിനെ സമർപ്പിച്ചുകൊണ്ട്, എന്റെ ശരീരത്തെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ ജീവിക്കുന്നതിന്റെ പേരാണ് ഷഹാദത്ത് എന്ന്. അല്ലാതെ അത് നാവ് കൊണ്ട് വെളിവാക്കി പറയാന്നല്ല. മനസ്സിൽ തീർച്ചയായും അത് മനസ്സിലേക്ക് ഇറങ്ങി നാവ് കൊണ്ട് പ്രഖ്യാപിക്കുമ്പോ ജീവിതത്തിൽ കൂടി അതുണ്ടാവും മാത്രമേ ഷഹാദത്താവുകയുള്ളൂ. നാവ് കൊണ്ട് പറഞ്ഞത് ഒരു അല്ലാഹ് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് നാവ് കൊണ്ട് പറഞ്ഞത് കൊണ്ട് മാത്രം ഒരാൾ മുസ്ലിം ആവില്ല. അപ്പൊ ഷഹാദത്ത് കലിമ ഷഹാദത്തിന് സാക്ഷിയാവണം. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, 5 കാര്യങ്ങളിലാണ് ഇസ്ലാം സ്ഥാപിതമായിരിക്കുന്നത്. 5 കാര്യങ്ങളിലാണ് ഇസ്ലാം സ്ഥാപിതമായിരിക്കുന്നത്. 5 നെടുന്തൂണുകളാണ് ഇസ്ലാം. അതിലൊന്ന് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹില്ല എന്നതും മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ദൂതനാണ് എന്നതിനും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതം അതിന് സാക്ഷിയാണ് എന്നർത്ഥം. അപ്പൊ അത് കേവലം വാക്കല്ല, നാവ് കൊണ്ടുള്ള സംസാരമല്ല, പറച്ചലല്ല. കാരണം നിസ്കാരം എന്ന് പറഞ്ഞാൽ പറയലല്ല, നോമ്പ് എന്ന് പറഞ്ഞാൽ പറയലല്ല, സക്കാത്ത് എന്ന് പറഞ്ഞാലും പറയലല്ല. ഞാൻ സക്കാത്ത് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ മതിയോ? ഞാൻ നോമ്പുണ്ടെന്ന് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ മതിയോ? ഞാൻ ഹജ്ജുണ്ടെന്ന് വിശ്വസിക്കുന്നു പറഞ്ഞാൽ പോരല്ലോ. അത് ചെയ്യണം, സാധിക്കുന്ന ആളുകളൊക്കെ ചെയ്യണ്ട, അപ്പോഴല്ലേ അത് ചെയ്താവുള്ളൂ. അപ്പം നിസ്കാരം പോലെ, നോമ്പ് പോലെ, സക്കാത്തും ഹജ്ജും പോലെ ജീവിതത്തിലെ അനുഷ്ഠാനമാണ്
ഷഹാദത്ത് എന്ന് പറഞ്ഞ ജീവിതത്തിന്റെ ഓരോ അടക്കവും ഒതുക്കവും ഇളക്കവും അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ക്രമപ്പെടുത്തുക എന്നതാണ് ഷഹാദത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ അള്ളാഹുവിന് കൽപ്പിച്ച അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ നിർവഹിക്കണം, അള്ളാഹു സൃഷ്ടികളോട് ബാധ്യതകൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ബാധ്യതകൾ നിർവഹിക്കണം. ഇതൊക്കെ ഷഹാദത്തിന്റെ ഭാഗമാണ്. അപ്പൊ അത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് സാക്ഷ്യം വഹിക്കുക എന്നതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ത്യാഗപൂർണമായ പ്രവർത്തനം എന്ന് പറയുന്നത്. അല്ലാതെ കുറെ നിസ്കരിച്ചു കൂട്ടിയത് കൊണ്ടോ, കുറെ നോമ്പ് അനുഷ്ഠിച്ചത് കൊണ്ടോ, കുറെ ധർമ്മം ചെയ്തത് കൊണ്ടോ മാത്രം ഒരു മനുഷ്യൻ മുസ്ലിം ആവില്ല. അങ്ങനെ ചെയ്യുന്നവനെ സ്വർഗം കിട്ടുമെന്നും അള്ളാഹ് പറഞ്ഞിട്ടുമില്ല. അങ്ങനെ ചെയ്യുന്നവനെ കുറിച്ച് തന്നെയാണ് അവൻ മതത്തെ കളവാക്കുന്നവെന്ന് ഖുർആൻ പറഞ്ഞത്. അല്ലെ, നമുക്കൊക്കെ അറിയാവുന്ന സൂറത്തല്ലേ? അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, മതത്തെ കളവാക്കുന്നവനെ നീ കണ്ടുവോ? ഫദാലികല്ലദീ യദ്ഉൽ യതീം, യതീമിനെ അകറ്റുന്നവൻ, അവനെ ശ്രദ്ധിക്കാത്തവൻ, പരിഗണിക്കാത്തവൻ, മതത്തെ കളവാക്കുന്ന. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കാത്തവനല്ല, മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയാത്തവനല്ല, മതത്തെ കളവാക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ഒരു യത്തീം കുട്ടിയുള്ള വീട്ടില്, ആ വീട്ടിൽ കഷ്ടപ്പെടുന്ന യത്തീം കുട്ടി താമസിക്കുന്നു. തൊട്ടടുത്ത് സമ്പന്നനായ അല്ലെങ്കിൽ ജീവിതത്തിൽ വലിയൊരു പ്രയാസങ്ങളൊന്നും ഇല്ലാത്തൊരു മുസ്ലിം ഉണ്ട്. ഒരു നിലക്കും ഈ യത്തീം കുട്ടിയെ അയാൾ തിരിഞ്ഞു നോക്കുന്നില്ല. അയാൾക്ക് പണം ഉണ്ടായിട്ട് എന്ത് കാര്യം? അയാൾ മുസ്ലിം ആയിട്ട് എന്ത് കാര്യം? അയാൾ നിസ്കരിച്ചിട്ട് എന്ത് കാര്യം? ഈ സാധുവിനെ തിരിഞ്ഞു നോക്കാത്ത അയാളുടെ നിസ്കാരം കൊണ്ട് അയാളുടെ ജീവിതത്തിൽ എന്ത് മാറ്റം ഉണ്ടായിട്ടുള്ളത്? സൃഷ്ടികളോടുള്ള ബാധ്യതയും സൃഷ്ടാവിനോടുള്ള ബാധ്യതയും രണ്ടും ഒരുപോലെ നിർവഹിക്കുമ്പോൾ മാത്രമേ ഒരാൾ യഥാർത്ഥ മുസ്ലിം ആവുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നിസ്കരിക്കുന്നവരെ കുറിച്ചും നോമ്പ് നോക്കുകയും സക്കാത്തും ഹജ്ജും കൊടുക്കുകയും ഒക്കെ ചെയ്താൽ പോലും അവൻ മതത്തെ കളവാക്കുന്നവനാണ് എന്ന് പറഞ്ഞ. രണ്ടാമത്തെ അടുത്ത ആയത്തിന്റെ വല യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ, അവൻ സാധുക്കളുടെ ഭക്ഷണ കാര്യത്തിൽ പ്രോത്സാഹനം നൽകാത്തവനാണ്. സാധുക്കൾക്ക് കഴിയുമെങ്കിൽ കൊടുക്കണം, ഇനി കൊടുക്കാൻ കഴിയില്ലെങ്കിൽ കൊടുക്കാൻ കഴിയുന്നവരോട് അവൻ പ്രയാസത്തിലാണെന്ന് പറയാനെങ്കിലും കഴിയുമല്ലോ. അങ്ങനെ സൃഷ്ടാവിനോടുള്ള ബാധ്യത നിർവഹിക്കുന്നതോടൊപ്പം സൃഷ്ടികളോടുള്ള ബാധ്യതകൾ കൂടി നിർവഹിച്ചുകൊണ്ട് ജീവിതം കൃത്യമായി അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ക്രമപ്പെടുത്തുന്നതിന് പറയുന്ന പേരാണ് ഷഹാദത്ത് എന്നത്. അതാ ഷഹാദത്ത് കഴിയുമ്പോൾ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ജീവിതത്തിൽ പ്രയാസമുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ ത്യാഗം ആവശ്യമുള്ള ഒരു കാര്യം അതാണ്. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്ക് കീഴൊതുങ്ങാൻ സാധിക്കുക. സമൂഹത്തിൽ എല്ലാവരും ശിർക്ക് വ്യാപിച്ചു നിൽക്കുന്നു. അവിടെ മുവഹിദായി ജീവിക്കുമ്പോൾ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തപ്പെടുന്നു. അവിടെ നേതാക്കന്മാർക്ക് പ്രമാണിമാർക്ക് കിട്ടുന്ന അംഗീകാരം ഇവിടെ കിട്ടുന്നില്ല. ഇവിടെ സമ്പത്ത് ഒരുപാടുണ്ട്, വലിയ വിദ്യാഭ്യാസവും അറിവൊക്കെ ഉണ്ട്. പക്ഷേ റബ്ബ് സുബ്ഹാനഹു വ തആലയെ മാത്രം അവന് മാത്രം വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് അവന് മാത്രം ആരാധിച്ചുകൊണ്ടാണ് ഞാൻ ജീവിക്കുക എന്ന് പ്രഖ്യാപിക്കുമ്പോ ഒരുപക്ഷെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തപ്പെടും. അത് ഷഹാദത്തിന്റെ ഭാഗമാണ്, അള്ളാഹുവിനോടുള്ള ബാധ്യത. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അള്ളാഹുവിനോടുള്ള ഏറ്റവും വലിയ ബാധ്യത എന്താണ്? റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹഖ്ഖുല്ലാഹി അലൽ ഇബാദി അല്ലാ തുശ്രികൂ ബിഹി ശൈഅ. ഒരടിമക്ക് അള്ളാഹുവിനോടുള്ള ഏറ്റവും വലിയ ബാധ്യത എന്ന് പറഞ്ഞാൽ അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കാത്ത നിലക്ക് അവന് മാത്രം ആരാധിക്കുക എന്നുള്ളതാണ്. അങ്ങനെ അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാതെ അള്ളാഹുവിന് മാത്രം ഇബാദത്തെടുത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനെ നരകത്തിലിടുക എന്നുള്ളത് അള്ളാഹുവിന് നിഷിദ്ധാണ്. അള്ളാഹുവിനെ ഇബാദത്തെടുത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ അപ്പം ഒരു വിശ്വാസിയുടെ ബാധ്യതയാണത്. അത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി ജനങ്ങളോട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഖുൽ, നബിയെ അവരോട് പറയുക, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ, വലാ ഉശ്രികു ബിഹി അഹദ, അവനിൽ ഒരാളെയും ഞാൻ പങ്കു ചേർക്കില്ല. അതുകൊണ്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മഹാനിലേക്കും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിളി പോയിട്ടില്ല. ഈസ രക്ഷിക്കണേ, മൂസ രക്ഷിക്കണേ, ഇബ്രാഹിമെ
അലൈഹിമുസ്സലാം, എന്റെ കാര്യങ്ങൾ നിർവഹിച്ചു തരണേ, എന്റെ ആവശ്യങ്ങൾ നിർവഹിച്ചു തരണേ. മുഹമ്മദ് നബി വിളിച്ചിട്ടില്ല. അത് ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദ, അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കുകയില്ല. അത് പ്രഖ്യാപിച്ചുകൊണ്ട് ജീവിതം അതിനനുസരിച്ച് ക്രമപ്പെടുത്തുമ്പോ, വിശ്വാസ കാര്യം കൃത്യമായി പൂർണ്ണമാക്കുമ്പോ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തപ്പെടും, സമൂഹത്തിൽ കൊള്ളരുതാത്തവനായി ചിത്രീകരിക്കപ്പെടും, സമൂഹത്തിൽ ഫിത്തനക്കാരനായിട്ട് ചിത്രീകരിക്കപ്പെടും. അതെല്ലാ പ്രവാചകന്മാരും അങ്ങനെ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. സമൂഹത്തിൽ ഫിത്തന ഉണ്ടാക്കുന്നവരായിട്ടും ഭിന്നിപ്പുണ്ടാക്കുന്നവരായിട്ടും സമൂഹത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നവരായിട്ടും ഒക്കെ എല്ലാ സമൂഹത്തിലെയും പ്രവാചകന്മാര് വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ചരിത്രത്തിൽ ഉടനീളം കാണാം, വിശുദ്ധ ഖുർആനിലും കാണാം. പ്രവാചകന്മാരോട് സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുന്ന ആളാണോ താങ്കൾ എന്ന് ചോദിച്ചു. അതുകൊണ്ട് ഭൂരിപക്ഷത്തിനനുസരിച്ച് നിൽക്കാതെ, വിശ്വാസം പഠിച്ചു മനസ്സിലാക്കിയ വിശ്വാസത്തിനനുസരിച്ച് റബ്ബല്ലാതെ മറ്റൊരാളോടും വിളിച്ചു പ്രാർത്ഥിക്കാതെ, ആരാധിക്കാതെ, റബ്ബിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന രൂപത്തിൽ റബ്ബിനെ ഇബാദത്ത് എടുത്തുകൊണ്ട് ജീവിക്കുക ഒന്നാമത്തെ ബാധ്യത അതാണ്. അതുപോലെ തന്നെ സൃഷ്ടികളോടുള്ള ബാധ്യത നിർവഹിക്കുക. സൃഷ്ടികളോടുള്ള ബാധ്യത നിർവഹിക്കുമ്പോ ഓരോ രംഗത്തും, ജീവിതത്തിന്റെ ഓരോ രംഗത്തേക്കുമുള്ള കാര്യങ്ങൾ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച രൂപത്തിൽ യതീമുകളെ സഹായിക്കുക, പാവങ്ങളെ സഹായിക്കുക, ഇതൊക്കെ വിശ്വാസികളുടെ ബാധ്യതയായിട്ട് പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ സമൂഹത്തിൽ യാതനകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുക. ഇങ്ങനെ അള്ളാഹുവിനോടുള്ള ബാധ്യത, സൃഷ്ടികളോടുള്ള ബാധ്യത, സക്കാത്ത് കൊടുക്കുക, സദഖ കൊടുക്കുക, ഇതൊക്കെ പൊതുവെ ഈമാൻ മനസ്സിലേക്ക് പ്രവേശിക്കാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനവൻ അധ്വാനിച്ചുണ്ടാക്കിയ, അല്ലെങ്കിൽ അള്ളാഹു നൽകിയ കഴിവ് പ്രകാരം അവൻ അധ്വാനിച്ചുണ്ടാക്കിയ സക്കാത്തിന്റെ വിഹിതം വകവെച്ച് കൊടുക്കുമ്പോൾ അവന് ശരീരത്തിൽ നിന്ന് മാംസം മുറിച്ചു കൊടുക്കുന്ന രൂപത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകും. അപ്പൊ ഈമാൻ മനസ്സിലേക്ക് കടന്നാൽ മാത്രമേ അവന് അങ്ങനെ സക്കാത്ത് കൊടുക്കാൻ, സദഖ കൊടുക്കാൻ, പാവങ്ങളെ സഹായിക്കാൻ ഒക്കെ സാധിക്കുള്ളൂ. അവൻ മനുഷ്യന്റെ ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് അംഗീകരിക്കുമ്പോ സ്വാഭാവികമായും അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് അള്ളാഹുവിന്റെ എല്ലാ നിയമങ്ങൾക്കും കഴിവിന്റെ പരമാവധി കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യന് അള്ളാഹുവിനോടുള്ള ബാധ്യത നിർവഹിക്കുന്നവനായിരിക്കും, സൃഷ്ടികളോടുള്ള ബാധ്യത നിർവഹിക്കുന്നവനായിരിക്കും. അള്ളാഹുവിനോടുള്ള ബാധ്യതയും സൃഷ്ടികളോടുള്ള ബാധ്യതയും കഴിവിന്റെ പരമാവധി നിർവഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ എന്തെന്ത് പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഉണ്ടായാലും അവിടെ ഒന്നും അവൻ പതറുകയില്ല, എവിടെയും പതറിപ്പോയില്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ അവൻ അടിയുറച്ച വിശ്വാസത്തിലാണ്. എനിക്ക് ഏകനായ ഒരു റബ്ബുണ്ട്, എന്നെ സംരക്ഷിക്കുന്ന, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു റബ്ബ് എനിക്കുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അവൻ ജീവിതം ക്രമപ്പെടുത്തി ഞാൻ ആ റബ്ബിനോടുള്ള ബാധ്യതകൾ നിർവഹിക്കുന്നുണ്ട്. റബ്ബ് സൃഷ്ടികളോടുള്ള ബാധ്യതകൾ എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ അതൊക്കെയും എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ നിർവഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എന്ത് പരീക്ഷണങ്ങൾ വരുമ്പോഴും അവിടങ്ങളിലൊക്കെയും പ്രവാചകന്മാര് പറഞ്ഞതുപോലെ, നമുക്കറിയാം ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹസ്ബുനല്ലാഹ് വ നിഅമൽ വക്കീൽ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നേരിട്ടതിനേക്കാൾ വലിയൊരു പരീക്ഷണം ലോകത്താരും നേരിടാനില്ലല്ലോ. ഇന്ന് ഫലസ്തീനിലെ ജനത നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നേരിട്ട പരീക്ഷണം പോലത്തെ പരീക്ഷണമാണ്. എന്നാൽ തീക്കുണ്ടാരത്തിലേക്ക് അങ്ങോട്ട് എറിയപ്പെടുക, ബോംബ് വെച്ച് നശിപ്പിക്കപ്പെടുക, സ്വന്തം വീടുകൾ, ജീവിതം ഒന്നിച്ച് തകർക്കപ്പെടുക. അവിടങ്ങളിലൊന്നും അവർ പതറിപ്പോകുന്നില്ല. കാരണം അവരേകനായ ഒരു റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നു. ഈ ജീവിതത്തിൽ ഷഹീദായി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനെ കൈയൊഴിക്കാതെ, അവിടെ വിശ്വാസം കൈയൊഴിച്ചുകൊണ്ട് മറ്റു മതത്തിലേക്ക് പോവുകയോ അല്ലെങ്കിൽ മറ്റു നാടുകളിലേക്ക് വിശ്വാസം കൈയൊഴിച്ചുകൊണ്ട് പോവുകയോ ഒന്നും ചെയ്യാതെ ഞങ്ങൾക്ക് അള്ളാഹു എന്താണോ കണക്കാക്കിയത് അത് സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന അടിയുറച്ച വിശ്വാസത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് അവർ അടിയുറച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത്. അത് ഈമാനിന്റെ കരുത്താണ്, ഷഹാദത്ത് മനസ്സിലേക്ക് പ്രവേശിച്ചത് കൊണ്ടാണ്.
ഈമാൻ മനസ്സിലേക്ക് പ്രവേശിച്ച് ജീവിതം അള്ളാഹുവിന് വേണ്ടി ജീവിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചത് കൊണ്ടാണ്. ഇങ്ങനെ ജീവിതത്തിൽ എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിന് ജീവിതം സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വിശ്വാസി അവൻ ഒരിക്കലും ജീവിതത്തിൽ പതറിപ്പോവുകയില്ല. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അക്രമികളാൽ പിടിക്കപ്പെടും, ശത്രുക്കളാൽ പിടിക്കപ്പെടും എന്ന് പറഞ്ഞ ഘട്ടത്തിൽ റസൂലുള്ള പറയുന്നു, ഇന്നല്ലാഹ മഅന, അള്ളാഹു ഉണ്ട് നമ്മോടൊപ്പം. അങ്ങനെ അള്ളാഹുവിനോടുള്ള ബാധ്യതയും സൃഷ്ടികളോടുള്ള ബാധ്യതയും നിർവഹിക്കുന്ന ഒരു മനുഷ്യൻ ഏത് സമയത്തും എനിക്ക് എന്റെ കൂടെ അള്ളാഹു ഉണ്ട്, അള്ളാഹു സംരക്ഷണമായിട്ടുണ്ട് എന്റെ കൂടെ. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇഹ്ഫദില്ലാഹ്, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, യഹ്ഫദുക, എങ്കിൽ അള്ളാഹു നിന്നെ സംരക്ഷിക്കും. ഇഹ്ഫദില്ലാഹ്, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, തജിദ്ഹു തുജാഹക, നിനക്ക് നിന്റെ കൺമുമ്പിൽ അള്ളാഹുവിനെ കാണാം, അള്ളാഹുവിന്റെ സാന്നിധ്യം നിനക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. അങ്ങനെ ഷഹാദത്തിന് സാക്ഷിയായിക്കൊണ്ട് ജീവിക്കുന്നൊരു വിശ്വാസി പൂർണ്ണമായ മനസ്സമാധാനത്തിലായിരിക്കും. അവൻ ജീവിതത്തിൽ നേരിടുന്ന എല്ലാ വെല്ലുവിളികളെയും സധൈര്യം നേരിടാൻ അവന് സാധിക്കും. അതാണ് ഇസ്ലാം എന്ന സമർപ്പണം എന്നും സമാധാനം എന്നും അർത്ഥം വരുന്ന ആ ഇസ്ലാം പൂർണ്ണമാകുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അതാണ് ഷഹാദത്ത് കലിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു എന്താണ് യഥാർത്ഥ ദീൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ഷഹാദത്ത് എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഷഹാദത്ത് അംഗീകരിച്ച് ജീവിക്കാൻ, യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വഅലാ ജമീഇൽ അംബിയാ വൽ മുർസലീൻ വത്താബിഈന ലഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ഇത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. ആദരണീയരായ വിശ്വാസികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ ജീവിതത്തിൽ പാലിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ളാഖ തുഅമൽ ഈമാൻ, ഈമാനിന്റെ മാധുര്യം ആസ്വദിച്ചിരിക്കുന്നു. മൻ റളിയ ബില്ലാഹി റബ്ബൻ, അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ട ഒരുവൻ. വബിൽ ഇസ്ലാമി ദീനൻ, ഇസ്ലാമിനെ മതമായി തൃപ്തിപ്പെട്ടവൻ. വ മുഹമ്മദിൻ നബിയൻ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയായിട്ട് തൃപ്തിപ്പെട്ടവൻ ഈമാനിന്റെ മാധുര്യം ആസ്വദിച്ചിരിക്കുന്നു എന്നാണ്. അവിടെ അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെടുക എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ അള്ളാഹു മതിയായവനാണ് എന്ന ബോധത്തോടു കൂടി ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും അടിയുറച്ചു നിൽക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ വബിൽ ഇസ്ലാമി ദീനൻ, ഇസ്ലാമിനെ മതമായി തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനായിട്ട് 23 കൊല്ലക്കാലം കൊണ്ട് പഠിപ്പിച്ച വിശ്വാസ ആചാരങ്ങൾ, ആ വിശ്വാസാചാരം മതി എനിക്ക് ഇസ്ലാമായിട്ട് എന്ന് ഉറച്ചു തീരുമാനിക്കാൻ സാധിക്കുക. സമൂഹത്തിൽ അതിനെതിരായിട്ട് എന്തൊക്കെ കുത്തൊഴുക്കുകൾ ഉണ്ടായാലും അവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കുക. പല നിലക്കാണ് നമ്മളെ സമൂഹത്തിൽ ഇന്ന് നിലക്കുള്ള വരുന്നത്. ഒന്ന്, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിശ്വാസാചാരങ്ങൾ മുറുകെ പിടിക്കാൻ സാധിക്കാതെ നിലക്ക് എതിരാളികളിൽ നിന്ന് വിമർശനങ്ങൾ ഉണ്ടാവുക. ഇപ്പോ വസ്ത്രധാരണം അത് ഭീകരതയായി ചിത്രീകരിക്കപ്പെടുക. അതുപോലെ തന്നെ ഇസ്ലാമിക ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കുക എന്നത് അതൊക്കെ തീവ്രവാദമാണ്, ഭീകരവാദമാണ്. താടി നീട്ടുന്ന എന്നത് ഭീകരതയായിട്ട് ചിത്രീകരിക്കപ്പെടുക. ഇത്തരത്തിലുള്ള എതിരാളികളിൽ നിന്നുണ്ടാവുന്ന ഉപദ്രവങ്ങളെ നേരിടാൻ സാധിക്കുക. അവിടൊക്കെ ഈ പറഞ്ഞ റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ, സമൂഹത്തിൽ എത്രമാത്രം സമൂഹത്തിൽ നിന്ന് ആക്ഷേപങ്ങളും പരിഹാസങ്ങളും മാനസിക പ്രയാസങ്ങളും നേരിടേണ്ടി വന്നാലും ഞാൻ എൻ്റെ ഈമാനിന് ഇസ്ലാമിന് യാതൊരു കോട്ടവും വരുത്തുകയില്ല എന്ന അടിയുറച്ച വിശ്വാസമുള്ളവരായിരിക്കും ഒരു മുസ്ലിം. ഒരു സ്ഥാപനത്തിൽ എൻ്റെ മകൾക്ക് ദീനനുസരിച്ച് ഇസ്ലാം നിർദ്ദേശിച്ച രൂപത്തിലുള്ള വസ്ത്രധാരണത്തോടു കൂടി പോവാൻ സാധിക്കുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ അവന് വെള്ളിയാഴ്ച അവൻ ജുമാക്ക് പങ്കെടുക്കാൻ പോകാൻ അവസരം നൽകില്ല എങ്കിൽ എനിക്ക് ആ സ്ഥാപനം വേണ്ട, എനിക്ക് അള്ളാഹുവിന്റെ ദീന് മതി. അതാ റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീൻ എന്ന് പറഞ്ഞ അങ്ങനെ തീരുമാനിക്കാൻ കഴിയണം ഷഹാദത്ത് കലിമ അംഗീകരിക്കുന്ന ഒരു മുസ്ലിമിന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ,
നിങ്ങൾ യഥാർത്ഥ ദീൻ അംഗീകരിച്ച് ജീവിക്കുമ്പോൾ ദുനിയാവിൽ പല പ്രയാസങ്ങളും കഷ്ടനഷ്ടങ്ങളും നിങ്ങൾക്ക് നേരിടേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമാണത്. അപ്പം ഒന്ന്, ഇത്തരത്തിൽ എതിരാളികളിൽ നിന്ന് വരുന്ന പരിഹാസങ്ങളും പീഡനങ്ങളും സഹിക്കുന്നവനായിരിക്കും ഈമാനിന്റെ മാധുര്യം ആസ്വദിച്ചവൻ. അതിനൊക്കെ അവഗണിച്ചുകൊണ്ട് ദീന് മുറുകെ പിടിക്കാൻ സാധിക്കുന്നവനായിരിക്കും യഥാർത്ഥ വിശ്വാസി. അതുപോലെ തന്നെ എതിരാളികളിൽ നിന്ന് വരുന്ന വിമർശനങ്ങളെ പോലെ തന്നെ ഗൗരവമുള്ളതാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ ഉള്ളിൽ ഇസ്ലാമിലില്ലാത്തതും പ്രവാചകനും സഹാബത്തിനും ആദ്യ നൂറ്റാണ്ടുകാർക്കും പരിചയമില്ലാത്തതുമായ കാര്യങ്ങൾ പിൽക്കാലത്ത് ദീനായിട്ട് കടത്തിക്കൂട്ടുക. ഏതുപോലെ ഒരു മരത്തിലെ ഇത്തിക്കണ്ണികൾ പോലെ. ഇത്തിക്കണ്ണികൾ വ്യാപിച്ചിട്ട് ദൂരെ നിന്ന് നോക്കുമ്പോൾ അത് മരാന്ന് തോന്നും, അടുത്തെത്തി നോക്കുമ്പോൾ ഇത്തിക്കണ്ണി അത് മരത്തെ നശിപ്പിക്കാറായിട്ടുണ്ട് എന്ന് തോന്നുക. ദൂരെ നിന്ന് നോക്കുമ്പോൾ നല്ല പച്ച പിടിച്ച മരമായിരിക്കും, പക്ഷെ അടുത്തെത്തി നോക്കുമ്പോൾ ആ ഇത്തിക്കണ്ണികൾ മരത്തെ മുഴുവൻ വിഴുങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാവുക. ഇതുപോലെ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച വിശ്വാസങ്ങളോ റസൂൽ പഠിപ്പിച്ച ഫർളായ കാര്യങ്ങളോ സുന്നത്തായ കാര്യങ്ങളോ ഒന്നും ജീവിതത്തിലില്ല. പകരമുള്ളത് ഈ പൊലിപ്പും ശബളിമയുമാണ്. എല്ലായിടത്തും പ്രകാശം കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. വളരെ വലിയ ആഘോഷങ്ങളാണ്. മരണ വീട്ടിൽ വലിയ ആഘോഷങ്ങളും ഉത്സവങ്ങളുമാണ്. അത് അവിടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു നോക്കൂ. നിങ്ങൾ ഒരു മുസ്ലിം അവന്റെ ജീവിതത്തിൽ എനിക്ക് എന്റെ ഖബറിലേക്ക് വെളിച്ചമായിട്ട് നിസ്കാരം റബ്ബിനുള്ള ഇബാദത്ത് ഞാൻ നിർവഹിച്ചിട്ടുണ്ട്, എന്റെ ഖബറിലേക്ക് വെളിച്ചത്തിനായിട്ട് റബ്ബിന്റെ ഗ്രന്ഥം ഞാൻ പാരായണം ചെയ്തിട്ടുണ്ട്, എന്റെ ഖബറിലേക്ക് വെളിച്ചത്തിനായിട്ട് ഞാൻ ദിക്ർ ചൊല്ലിയിട്ടുണ്ട്, എന്റെ ഖബറിലേക്ക് വെളിച്ചത്തിന് അമലുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഉള്ള ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ആരും മരണപ്പെട്ടു പോയാൽ പിന്നെ നമ്മൾ 3 ദിവസം കൊണ്ട് ഉണ്ടാക്കി കൊടുക്കേണ്ടതില്ലല്ലോ. നമുക്ക് വെപ്രാളം ഉണ്ടാവില്ലല്ലോ, നമ്മളൊന്നും ചെയ്തില്ലല്ലോ എന്നുള്ള ബേജാറ് നമ്മളെ കാര്യത്തിൽ ഉണ്ടാവില്ലല്ലോ. അപ്പൊ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനായിട്ട് പഠിപ്പിച്ച കാര്യങ്ങൾ ദീനായി നിലനിർത്തുക എന്നത് ഈ ഷഹാദത്ത് കലിമയുടെ ഭാഗമാണ്. അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ രൂപത്തിൽ ഈമാനിന്റെ മാധുര്യം ആസ്വദിച്ച ഇസ്ലാം പൂർണ്ണമായി അംഗീകരിക്കുന്ന അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചെടുത്ത് നിൽക്കുന്ന ജീവിതത്തിലെ വിശ്വാസങ്ങൾ, കർമ്മങ്ങൾ, വാക്കുകൾ, പ്രവൃത്തികൾ കൊണ്ട് അള്ളാഹു ഏകനായ ഒരു റബ്ബ് എനിക്കുണ്ട് എന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുന്ന, മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുന്ന രൂപത്തിലുള്ള ജീവിതം ക്രമപ്പെടുത്താൻ കഴിവിന്റെ പരമാവധി നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. സർവശക്തനായ നാഥൻ എന്റെയും നിങ്ങളെയും അതിനെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവേ, യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ നീ ഞങ്ങൾക്ക് ഏവർക്കും തൗഫീഖ് നൽകുന്ന റഹ്മാനെ. കാരുണ്യവാനായ റബ്ബെ, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് അംഗീകരിച്ച് മരിക്കുന്ന വിശ്വാസികളിൽ, വിജയികളിൽ ഞങ്ങളെ ഓരോരുത്തരും നീ ഉൾപ്പെടുത്തുന്ന റഹ്മാനെ. ഞങ്ങൾ ജീവിച്ചിരിക്കുന്നവരെയൊക്കെ നീ യഥാർത്ഥ മുസ്ലിമായി ജീവിപ്പിച്ച് ഈമാനോടുകൂടി മരിപ്പിക്കണ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ വിശ്വാസികളും വിശ്വാസിനികളുമായിട്ടുള്ള ആളുകൾ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, നാഥ, അവരുടെ ബർസഖ് ജീവിതം നീ സ്വർഗീയമാക്കി കൊടുക്കണ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണ റബ്ബെ. അള്ളാഹുവെ, ഞങ്ങളുടെ മാതാപിതാക്കൾ, അവർക്ക് നീ പാപമോചനം നൽകണ റഹ്മാനെ. മാതാപിതാക്കൾ, ഇണകൾ, സന്താനങ്ങൾ, കുടുംബാംഗങ്ങൾ എല്ലാവരെയും നീ നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബന اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.